ഹലോ ഗൈസ്, അപ്പോൾ ഒരു നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ഞങ്ങൾ പോകുകയാണ്. എങ്ങോട്ടേക്കാണ്? വാഗമണിലേക്ക്. എല്ലാവർക്കും അറിയാമല്ലോ, കുറേ നാൾ കൊണ്ടിട്ടേ ഇങ്ങനെ ഇത്രയും നാളിപ്പോൾ ഡെലിവറി റിലേറ്റഡായിട്ട് പ്രഗ്നൻ്റ് ആയിട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞു. 3 മന്ത് ആകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ ആ വീട്ടിലിങ്ങനെ നമ്മൾ അടച്ചു മൂടിയിരിക്കുന്ന ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് അനുഭവിച്ചിട്ടുള്ള കുറേ ലേഡീസിന് അറിയാൻ പറ്റും. ഞങ്ങളങ്ങനെ നേരെ വാഗമണിലേക്ക് രാവിലെ തന്നെ വിട്ടു കേട്ടോ. പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. വീട്ടിൽ നിന്നൊന്നും കഴിക്കാനൊന്നും നിന്നില്ല. എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ പെട്രോളൊക്കെ വീണ്ടും റീഫില്ല് ചെയ്തു. കുഞ്ഞാവ് ഇരുന്ന് കളിക്കുന്നുണ്ട് ഞങ്ങളുടെ ഒപ്പം. അവന് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ കുട്ടി. 3 മന്ത്സ് കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ എന്നാലും ഞങ്ങൾ ഒരു റിസ്ക് എടുത്തിട്ട് പോയി. എനിക്ക് തോന്നി ഇതിനേക്കാളും കുഞ്ഞു വാവന്മാരെയൊക്കെ കൊണ്ടിട്ട് ഓരോരുത്തർ ട്രിപ്പിനൊക്കെ പോകുന്നുണ്ട്. അത് ഓരോരുത്തർ ഏറ്റെടുക്കുന്ന ചലഞ്ചാണ്. പിന്നെ അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. നമ്മൾ അത്രയ്ക്ക് അത് കെയർ ചെയ്തൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് പറ്റും, നോ പ്രോബ്ലം. അയ്യോ, പക്ഷേ വാവ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്നെക്കാളിലും വൈശുവിനേക്കാളിലും മോളെക്കാളിലും ഏറ്റവും കൂടുതൽ ആക്റ്റീവും, സത്യം പറഞ്ഞാൽ ഈ ഒരു ഞങ്ങളുടെ ട്രിപ്പ് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തത് അവനായിരിക്കും. അവന് ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങണം, ഫുഡ് കഴിക്കണം, മീൻസ് പാല് കുടിക്കണം, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ടൈമിലൊക്കെ അവൻ ഫുൾ ആക്റ്റീവാണ്. നമ്മളെ കൂടി ഒരു വൈബിലേക്ക് സത്യം പറഞ്ഞ് അവൻ കൊണ്ടുവരും. അങ്ങനെ ഞങ്ങൾ ഹൈ റേഞ്ചിലോട്ടൊക്കെ കയറുന്ന വഴിക്ക് തന്നെ കുറേ മനോഹരമായ ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു കേട്ടോ. സൈഡിലോട്ടൊക്കെ നോക്കി സത്യം പറഞ്ഞ് ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, അത് നേരിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മൈൻഡിനുണ്ടാകുന്ന ഒരു റീഫ്രഷ്നെസ്, അയ്യോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് മൈൻഡെല്ലാം കൂടെ എന്തോ വേറൊരു ലോകത്തേക്ക് പോകും ആ ഒരു കാഴ്ചയൊക്കെ കണ്ടാൽ. പിന്നെ ഞങ്ങളെ സൈഡിലങ്ങ് നിർത്തിയിട്ട് ഇറങ്ങി. കുറേ നേരം കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന കുറേ കാഴ്ചകളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. കുറേ സമയം കണ്ടുകൊണ്ട് നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനേ തോന്നിയില്ല തിരിച്ച്. അപ്പം ഹസ്ബൻഡ് പറഞ്ഞ് നിങ്ങൾ ഇവിടെ നിന്ന് സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്യേണ്ട, നമുക്കങ്ങ് പോകാൻ നോക്ക്. ആ പാറക്കെട്ടിനും ആ റബ്ബർ കാടിനൊക്കെ ഇടയ്ക്ക് ഒരു പാറ പൊട്ടിച്ച് കുളവോ തടാകമോ എന്തോ പോലെ ഞങ്ങളത് സൂം ചെയ്ത് നോക്കുമായിരുന്നു. ഐഫോണിൻ്റെ ഒരു പവർ ഉണ്ടോ, അത്രയും ദൂരത്ത് കിടന്ന സാധനമാണ് നമ്മൾ സൂം ചെയ്ത് നോക്കിയത്. എന്തായാലും അവിടെ കുറേ നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് അവിടെ നിന്നൊരു ചേട്ടൻ്റെ ഒരു കടയല്ല, ഒരു വണ്ടിയിൽ നിന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ചോക്കോബാറും അല്ലാതെ എല്ലാ ടൈപ്സ് ഓഫ് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടത് ചോക്ലേറ്റാണ്. അത് വാങ്ങിച്ചു കഴിച്ചു. ചോക്ലേറ്റ് അല്ല, സോറി, അത് ഏതോ ഒരു തണ്ടർ അയ്യോ അത് ഞാൻ മറന്നുപോയി എന്ത്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. അന്നേരം അതൊക്കെ വാങ്ങിച്ച് കഴിച്ച് വീണ്ടും കുറേ നേരം അവിടെ നിന്ന് കറങ്ങി കേട്ടോ. കറങ്ങിയെന്ന് വെച്ചാൽ അവിടെ നിന്ന് തിരിച്ച് കയറാൻ തോന്നില്ല. ഹസ്ബൻഡ് പിന്നെയും പറയുന്നുണ്ട്, വാ നമുക്ക് പോവാം, അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇതിനേക്കാളും നല്ല നല്ല കാഴ്ചകളുണ്ട്, കയറിക്കോളി. കാരണം പുള്ളിക്ക് അവിടെ ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ റിസോർട്ടിലാണ് പോകാനായിട്ട് ഉദ്ദേശിച്ചത്. വേറൊന്നുമല്ല, വ്യൂ തന്നെയാണ് ഏറ്റവും മെയിനായിട്ട്. അയ്യോ എൻ്റെ മോനൂട്ടനെ ഇവിടെ ഉണർന്നു. പൊന്നൂട്ടാ വെയിറ്റ് ആക്കാം, അമ്മ വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ എന്താ പറയുക, അവിടെ നിന്ന് തന്നെ കയറിയിട്ട് പിന്നെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തി കേട്ടോ. എനിക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. സോറി, നിങ്ങളൊന്നും വിചാരിക്കരുത്, എനിക്ക് നല്ല മറവിയുണ്ട്. ഈ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ഈ പോസ്റ്റ്മോർട്ടം ജേണിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ ഒരു മറവി എന്ന് പറയുന്നത്. എനിക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഞാൻ കഴിച്ച ഐസ്ക്രീമിൻ്റെ ഫ്ലേവർ ഏതാണെന്ന് മറന്നുപോയി. നിങ്ങൾക്ക് എന്നത് മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്ത് ട്രാവലോഗാണ് ഇവിടെ പറയുന്നതെന്ന്. അടിപൊളി വെള്ളച്ചാട്ടമായിരുന്നു. അത് കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടു. പക്ഷേ തിരക്കായത് കൊണ്ട് അധികം നേരം നിൽക്കാൻ പറ്റിയില്ല. പിന്നെ കുഞ്ഞാവ ബാക്കിൽ ചേച്ചി എടുത്തോട്ട് പോയി. ചേച്ചിയുമായിട്ട് കുറേ നേരം ഇരുന്ന് കളിക്കലായിരുന്നു. അവർ തമ്മിൽ ഭയങ്കര ടൈംസാണ് കേട്ടോ. അവൾക്കെന്ന് പറയുമ്പം അവൻ നമ്മളില്ലേലും അവൾക്ക് ഓക്കെയാണ്. പക്ഷേ കുഞ്ഞിനോട് ഭയങ്കര ഇൻറ്റിമസിയാണ് കേട്ടോ. പിന്നെ അവർ സിബ്ലിങ്സ് ആകുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. അത് നമ്മൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ചേച്ചിയും കുഞ്ഞാവും കുറേ കളിച്ചു. അങ്ങനെ പിന്നെ ഓടി ഞങ്ങൾ റിസോർട്ടിലെത്തി. ലാസ്റ്റ് ഞങ്ങളൊരു 12:30 ആകുമ്പോൾ എത്തണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഒരു 1:15 ആയി എത്തിയപ്പം. എന്തായാലും കൊള്ളാം, വ്യൂ ഒക്കെ കൊള്ളാം, റിസോർട്ടൊക്കെ അടിപൊളിയായിരുന്നു.
അവിടെ അറിയാമല്ലോ നമ്മളവിടെ സ്റ്റേ ചെയ്യാൻ നല്ല തണുപ്പാണ്, പിന്നെ കുറേ വ്യൂസ് ഉണ്ട്, പൂളുണ്ട്, അതൊക്കെയാണ് അവിടുത്തെ. പിന്നെ അത് ഈ ഒരു ലാവൻഡർ ഒരു ഫ്ലവർ കണ്ടോ കളറിൻ്റെ, ഈ പർപ്പിൾ, ലാവൻഡർ അല്ല പർപ്പിളാണ് അത് ഡാർക്ക്. അപ്പോൾ അവിടെ ഒരു മെയിനായിട്ടും എല്ലായിടത്തും കണ്ട വാഗമൺ ഏരിയയിൽ എല്ലായിടത്തും കണ്ടുവരുന്നൊരു സംഭവമാണ് കേട്ടോ അത്. ഞാൻ അവിടെ നിന്ന് ഓടിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. പിന്നെ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ എന്താ പറയുക റൂമിലേക്ക് വന്നു. ഇതാണ് റൂം. നല്ല അടിപൊളിയായിരുന്നു, പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഒന്നും വന്നിട്ടൊന്നും ഇല്ല. ഓക്കെ, ഓക്കെ എന്ന് പറയാം. അത്രയ്ക്ക് സംഭവമൊന്നും പറയാനില്ല. നമ്മളുടെ റേറ്റിനനുസരിച്ചിട്ടുള്ള അത്രയും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഓക്കെ, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ റിലാക്സ് ആകാൻ പറ്റിയ, നമുക്കൊരു മടുപ്പൊന്നും തോന്നിച്ചില്ല. അപ്പോൾ ബാൽക്കണിയിൽ നമ്മുടെ വ്യൂ ഇതാണ്, കണ്ടില്ലേ? നല്ല അടിപൊളി തേയിലത്തോട്ടത്തിൻ്റെ നടുക്കാണ് കേട്ടോ ഇത്. നമ്മുടെ ആ ഒരു റിസോർട്ടിന് ചുറ്റും തേയിലത്തോട്ടമാണ്, പിന്നെ കുറേ മൗണ്ടൻസുകളും പിന്നെ കോടമഞ്ഞ്, അതൊക്കെയാണ് മെയിനായിട്ട് നമ്മളെ കൂടുതലും. എനിക്ക് പക്ഷെ അത്ര വലിയ തണുപ്പ് ഫീൽ ചെയ്തില്ല, പക്ഷേ ഹസ്ബൻഡിനും മോക്കും ഒക്കെ നല്ല തണുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഞാനിപ്പോൾ പോകുന്ന ഒരു ജേണി എന്ന് വെച്ചാൽ ആഫ്റ്റർ ഡെലിവറി ഉള്ള ആ ഒരു ഹോർമോൺ ചേഞ്ചസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അല്ലെങ്കിലും എനിക്ക് ചൂട് കൂടുതലാണ്. എന്തായാലും നമ്മളവിടെ എക്സ്പ്ലോർ ചെയ്തു. നമ്മളൊരു 1 ഡേ ട്രിപ്പായിരുന്നു. നമ്മൾ ഇന്ന് 12-ന് ചെക്ക് ഇൻ ചെയ്തിട്ട് ടുമാറോ 12-ന് ചെക്കൗട്ട് ചെയ്യുന്നൊരു രീതിയായിരുന്നു. അവിടെ ചെന്നിട്ട് നമ്മൾ മാക്സിമം പറ്റുന്ന രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല വ്യൂ ആണ്, എല്ലാ സൈഡിലും വ്യൂസൊക്കെ ഉണ്ട്. പക്ഷേ ഇതിലും ബെറ്റർ ആയിട്ടുള്ള റിസോർട്ടുകൾ ഒരുപാട് അവിടെ ഉണ്ടാവുക. നെക്സ്റ്റ് ടൈം എപ്പോഴെങ്കിലുമൊക്കെ പോകുമ്പോൾ ട്രൈ ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ. പിന്നെ ഞാനും ഹസ്ബൻഡും കൂടെ ഒന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങി ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് സമയത്തിൽ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് പോയി. ഇനി ബാക്കിയുള്ള പാട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. കാരണം ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ ആകുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും, ഭയങ്കര ലെങ്തി ആയിപ്പോവും. അപ്പം ടാറ്റാ ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോ കാണാം.